നമുക്കറിയാം ISLലെ അല്ലെങ്കിൽ ഏഷ്യയിലെ തന്നെ വൺ ഓഫ് ദ ഫേമസ് ക്ലബ്ബുകളിൽ ഒന്നാണ് നമ്മുടെ സ്വന്തം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ. അതായത് കേരളത്തിൻ്റെ ക്ലബ്ബായിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ISL 2014 സീസൺ തൊട്ട് തന്നെ ISLൽ നിലവിലുള്ള ക്ലബ്ബാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റേത്. ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം ISLലെ പല ക്ലബ്ബുകൾക്കും AFC അക്രഡിറ്റേഷൻ എന്ന് പറയുന്ന ആ ഒരു ലൈസൻസ് ഉണ്ട്. ISLലെ തന്നെ ഈസ്റ്റ് ബംഗാൾ ആവട്ടെ, മോഹൻ ബഗാൻ ആവട്ടെ, അതും അല്ലെങ്കിൽ FC ഗോവ, ഇങ്ങനെ തുടങ്ങി FC ഗോവ, മുംബൈ സിറ്റി, ഇങ്ങനെയുള്ള പല ക്ലബ്ബുകൾക്കും AFC അക്രഡിറ്റേഷൻ എന്ന് പറയുന്ന ആ ഒരു ലൈസൻസ് ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് AFC കോമ്പറ്റീഷനിൽ പങ്കുചേരുവാനായിട്ട് കഴിയുകയുള്ളൂ. നിലവിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മോശം ഫെസിലിറ്റീസ്, എസ്പെഷ്യലി സ്റ്റേഡിയത്തിൻ്റെ മോശം ഫെസിലിറ്റീസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് AFCയുടെ അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടില്ല. AFCയുടെ അക്രഡിറ്റേഷൻ കിട്ടണമെങ്കിൽ അത്രമാത്രം സ്ട്രിക്റ്റ് ആയിട്ടുള്ള ക്രൈറ്റീരിയ ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ AFCയുടെ ആ ഒരു ലൈസൻസ് നമുക്ക് കിട്ടത്തുള്ളൂ. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു അക്രഡിറ്റേഷൻ കിട്ടാത്തതിൻ്റെ ഏറ്റവും വലിയ കാരണത്തെക്കുറിച്ച് ഈയിടയ്ക്ക് വിക് ചാറ്റർജി, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടുള്ള അതായത് CEO ആയിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ CEO ആയിട്ടുള്ള വിക് ചാറ്റർജിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇതൊക്കെ തന്നെയായിരുന്നു. നമുക്ക് നല്ല ഫെസിലിറ്റീസിൻ്റെ കുറവുണ്ട്. അതായത് നമ്മുടെ എസ്പെഷ്യലി മെയിൻ ആയിട്ടുള്ള സ്റ്റേഡിയത്തിൻ്റെ ഫെസിലിറ്റീസ് കുറവ് തന്നെയാണ് അതിന് മുൻപന്തിയിൽ നിൽക്കുന്നത്. അതിനാൽ തന്നെ ഇനിയും ഒരുപാട് കഷ്ടപ്പെട്ടെങ്കിൽ മാത്രം, മറ്റു പല ഫെസിലിറ്റീസും ഒരുപാട് കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ലൈസൻസ്, അതായത് AFCയുടെ അക്രഡിറ്റേഷൻ ലഭിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. സോ തന്നെ ഇതെല്ലാം പരിഹരിച്ചുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് ആ ഒരു ലൈസൻസ് കിട്ടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്.